മീര വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരു 15 മിനിറ്റ് ആയി കാണും. സോറി, 4 മണിക്ക് എത്താമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ബിപിയുടെ മരുന്ന് എഴുതുന്നു പറഞ്ഞത്. പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു വന്നപ്പോഴേക്കും ഇത്തിരി വൈകി. പിന്നെ എന്തൊക്കെയുണ്ട് മീര വിശേഷങ്ങൾ? ആദ്യം നിന്റെ വിശേഷങ്ങൾ കേൾക്കട്ടെ. അതൊക്കെ പറയാം. എത്ര നാളായില്ലേ നമ്മളിപ്പോൾ കണ്ടിട്ട്? 10ാം ക്ലാസ് റീയൂണിയൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് 2 ആഴ്ച കഴിഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം ദീപേഷാണ് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത്. ഗ്രൂപ്പിൽ എന്നെ ചേർത്തപ്പോൾ തന്നെ ഞാൻ ആദ്യം നോക്കിയത് ഗ്രൂപ്പിൽ മീര ഉണ്ടോയെന്നാണ്. നോക്കിയപ്പോൾ ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് മീര. അതെ, ദീപേഷും ഞാനും ചേർന്ന ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഇങ്ങനെ ഇത്രയും പേരെ കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. പ്രീ ഡിഗ്രിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് ദീപേഷിൻ്റെ നമ്പർ കിട്ടുന്നത്. അങ്ങനെയാണ് 10ാം ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാമെന്ന് അവൻ പറഞ്ഞത്. അതിപ്പോൾ നന്നായില്ലേ? അല്ലെങ്കിൽ 25 വർഷത്തിന് ശേഷം മീരയെ എനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു. 25 വർഷം 10 കഴിഞ്ഞ് എത്ര വേഗമാണ് വർഷങ്ങൾ പോയത്. അത് ശരിയാണ്. എല്ലാം ഇന്നലെ നടന്ന പോലെ തോന്നുന്നു. മുമ്പ് വെച്ചല്ലേ മീര ഈ സ്കൂളിലേക്ക് വരുന്നത്? അതെ. ആ 2 വർഷം അതൊരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. 10ാം ക്ലാസ്സിൽ വെച്ച് നന്ദു വരച്ചു തന്ന ആ മാൻകുട്ടിയുടെ ചിത്രമല്ലേ, അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെയോ? ആ മാൻകുട്ടിയുടെ ചിത്രം വരച്ചു തന്നിട്ട് ഇത് നീയാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പിന്നല്ലാതെ, അതങ്ങനെ മറക്കാൻ പറ്റുമോ? അത്രയ്ക്ക് നിഷ്കളങ്കയായിരുന്നു മീര. ഇപ്പോഴും അങ്ങനെ തന്നെ, മാറ്റമില്ല കേട്ടോ. പഠിത്തത്തിൽ നീ മിടിക്കുകയായിരുന്നു. ഞാനാണെങ്കിലോ പഠിത്തമൊന്ന് കേൾക്കുന്നത് തന്നെ കലിയായിരുന്നു. എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞാൽ മതി എന്നായിരുന്നു എനിക്ക്. പക്ഷേ വരയിലും സ്കൂൾ നാടകങ്ങളിലും മോണോ ആക്റ്റിലും ഒക്കെ നന്ദു മുന്നിൽ തന്നെ ആയിരുന്നല്ലോ. അതൊക്കെ ശരി തന്നെ. പക്ഷേ മീര ഒന്നിനും മോശമില്ലായിരുന്നല്ലോ. പാട്ടിലും ഒപ്പനയിലും നാടോടി നൃത്തത്തിലും എന്നുവേണ്ട എല്ലാത്തിലും മീര ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ടീച്ചർമാർ പേര് കൊടുക്കുന്നുണ്ടല്ലേ. എങ്കിലും മീര ഉണ്ടായിരുന്നല്ലോ. SSLC ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് പോകാൻ നേരം ഞാൻ മീര അന്വേഷിച്ച് വന്നായിരുന്നു. അപ്പോഴേക്കും താൻ പോയി കഴിഞ്ഞിരുന്നു. പരീക്ഷ കഴിഞ്ഞ് നിന്നെ നോക്കി ഞാനും നിന്നിരുന്നു. പിന്നെ അച്ഛൻ കൂട്ടാൻ വന്നപ്പോൾ അച്ഛൻ്റെ കൂടെ പോകേണ്ടി വന്നു. ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കാണുമെന്ന് വിചാരിച്ചതേ ഇല്ല. ഞാനും. കാരണം നമ്മുടെ പരീക്ഷ കഴിഞ്ഞപ്പോഴേ അച്ഛന് രാമപുരത്തുള്ള വില്ലേജ് ഓഫീസിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങോട്ട് താമസം മാറ്റേണ്ടി വന്നു. അതൊക്കെ പോട്ടെ, നിൻ്റെ വിശേഷങ്ങൾ പറ. ഫാമിലിയൊക്കെ? പ്രീ ഡിഗ്രി കഴിഞ്ഞ് TTC പഠിക്കാൻ പോയി. പഠനം കഴിഞ്ഞ് അടുത്തൊരു മാനേജ്മെൻറ്റ് സ്കൂളിൽ ജോലിക്ക് ചേർന്നു. ജോലിയിലിരിക്കുകയായിരുന്നു വിവാഹം. പേര് രാജീവ്. അക്കൗണ്ടൻ്റ് ആയിരുന്നു. പുള്ളിക്കാരനെ പറ്റി പറഞ്ഞാൽ വലിക്കില്ല, കുടിക്കില്ല, മറ്റു ദുസ്വഭാവങ്ങളൊന്നും തന്നെ ഇല്ല. പുറത്തുനിന്ന് നോക്കിയാൽ നല്ലൊരു മനുഷ്യൻ. ജോലിയോടുള്ള ഭയങ്കരമായ ആത്മാർത്ഥത, അതാണ് എനിക്ക് വിനയായത്. അതൊക്കെ നല്ലതാണ്. പക്ഷേ ജോലിയോട് കാണിക്കുന്ന ഈ ആത്മാർത്ഥത കുടുംബജീവിതത്തിൽ ഇല്ലാതെ പോയി. അങ്ങനെ തീർത്തും പരാജയമായിരുന്നു കുടുംബജീവിതം. അതിനിടയിൽ എങ്ങനെയോ ഒരു പെൺകുട്ടി ജനിച്ചു. വീട്ടിലെ കാര്യങ്ങൾക്കും മോളുടെ കാര്യത്തിനും എല്ലാം
ഞാൻ തന്നെ വേണമായിരുന്നു. അയാൾക്ക് അതിനൊന്നും നേരമുണ്ടായിരുന്നില്ല. മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം അവൾ എഴുന്നേൽക്കാൻ ലേറ്റായത് കാരണം സ്കൂൾ ബസ് മിസ്സായി. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാളോട് മോളെ ഒന്ന് സ്കൂളിൽ വിടാമോ എന്ന് ചോദിച്ചു. പുള്ളി ജോലിക്ക് പോകാനുള്ള തിരക്കിലായിരുന്നു. ഞാൻ പറഞ്ഞത് ആൾക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ കുറച്ച് ചീത്ത പറഞ്ഞു. പിന്നെ മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും മോളെ കൊണ്ടുവിടാൻ പോയി. പോകുന്ന പോക്കിൽ മണൽ കെറ്റി വന്ന ടിപ്പറുമായി ഞാൻ തനിച്ചായിട്ടിപ്പോൾ 10 വർഷമായി. ആദ്യമൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. പിന്നെ എനിക്ക് സ്കൂളിൽ പോകാനോ പഠിപ്പിക്കാനോ ഒന്നും താല്പര്യമില്ലാതായി. അങ്ങനെ ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് തുടങ്ങിയതാണ് കേക്കിൻ്റെ ബിസിനസ്. ഇപ്പോൾ 7 വർഷമായി. അങ്ങനെ തരക്കേടില്ലാതെ പോന്നു. എൻ്റെ വിഷമങ്ങൾ പറഞ്ഞു ഞാൻ നിൻ്റെ മൂഡ് കളഞ്ഞു അല്ലേ? ഏയ്, ഞാനല്ലേ നിൻ്റെ. അതൊക്കെ പോട്ടെ, ഇനി നിൻ്റെ വിശേഷങ്ങൾ പറ. പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കാനാണ്. പഠനം കഴിഞ്ഞ് എറണാകുളത്തൊരു ഹോട്ടൽ ജോലിക്കും കയറി. വലിയ സാമ്പത്തികമൊന്നും കിട്ടുന്നില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ നടത്താൻ അത് ധാരാളമായിരുന്നു. അങ്ങനെ പോകുമ്പോഴാണ് അച്ഛൻ്റെ മരണം. അറ്റാക്കായിരുന്നു. പിന്നെ അനുജത്തിയുടെ നേഴ്സിംഗ് പഠനം, വീട്ടു ചെലവ്. അച്ഛനുണ്ടായിരുന്നപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ലെങ്കിലും ഒരാളില്ലാതാകുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. എൻ്റെ അപ്പോഴത്തെ ശമ്പളം കൊണ്ടൊന്നും ഒന്നും ആകുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരൻ മുഖേന ഗൾഫിലൊരു ചാൻസ് വരുന്നത്. പിന്നെ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. നാട്ടിൽ നിന്ന് പോകാൻ ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല കേട്ടോ. പൈസ സമ്പാദിക്കണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനില്ലാത്തതിൻ്റെ ഒരു വിഷമം അവൾക്കുണ്ടാകരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ അനിയത്തി നല്ല രീതിയിൽ തന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. അവൾ ആഗ്രഹിച്ച പുരുഷനോടൊപ്പം തന്നെ. പിന്നെ അമ്മ തനിച്ചായതുകൊണ്ട് അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഞാനും വിവാഹം കഴിച്ചു. കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലുള്ളപ്പോഴാണ് എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കുന്നത്. മോനുണ്ടായി 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പിന്നെ 2 മാസം ഞാൻ നാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിലേക്ക് തിരിച്ചു പോയി. പിന്നീട് 4 വർഷത്തോളം ഞാൻ ഗൾഫിൽ തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാട്ടിലെ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരാളുമായി അവൾക്ക് റിലേഷൻ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഇക്കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പക്ഷേ അവളത് നിരസിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ മോനുമായിട്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. ആ വാർത്ത കേട്ട് എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. അധികം വൈകാതെ ഞാൻ നാട്ടിലേക്ക് വന്നു.
നാട്ടിലെത്തിയതും ഞാൻ അവളെ കാണാൻ പോയി. അവളോട് സംസാരിച്ചു. പക്ഷേ അവൾ വരാൻ കൂട്ടാക്കിയില്ല. എൻ്റെ ഉണ്ണിയേട്ടനെ വിട്ടുവരാൻ അവൾക്ക് താല്പര്യമില്ലെന്നായിരുന്നു അവളുടെ മറുപടി. എൻ്റെ കുഞ്ഞിനെ പോലും വിട്ടുതരാൻ അവൾ തയ്യാറായില്ല. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെന്ന് ഞാനും കരുതി. അങ്ങനെ നിയമപരമായി ബന്ധം ഏർപ്പെടുത്തി. ഇപ്പം ഞാൻ തനിച്ചായിട്ട് 5 വർഷമായി. മീരക്കറിയോ, എൻ്റെ കുഞ്ഞിനെ കാണാൻ പോലും അവൾ സമ്മതിക്കാറില്ല. ഒന്നോർത്താ നമ്മൾ തുല്യ ദുഃഖിതരല്ലേ. ജീവിതം എന്ന് പറയുന്ന ഇതാണോ? ചേരേണ്ടവർ നമ്മൾ ചേർന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവും. ഇനിയും ഒരാഴ്ച കൂടി ഉണ്ടല്ലേ റീയൂണിയന്. എന്തേ അങ്ങനെ ചോദിക്കാൻ? അല്ല, ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി കാത്തിരിക്കണമല്ലോ മീരയെ കാണാൻ എന്നോർത്ത് ചോദിച്ചതാ. ഇനിയിപ്പോൾ അന്ന് കാണല്ലേ മീര. നേരം സന്ധ്യാകാറായി. എവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊണ്ടാക്കാം. ഏയ്, നന്ദു പോയിക്കോളൂ, ഞാൻ പതിയെ നടന്നോളാം. എന്നാൽ ഞാൻ പോട്ടെ. മീര, എന്താ നന്ദു? അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. മീരയ്ക്കാണെങ്കിൽ ഇനി ഒരുപാട് ജീവിതം ബാക്കി കിടക്കുകയാണ്. അതുപോലെ എനിക്കും. ആ ജീവിതം നമുക്കൊരുമിച്ച് ജീവിച്ചൂടെ?